കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്മസിന് ഇനി ഒരാഴ്ച കൂടി ബാക്കിയുള്ളൂ. ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയുടെ ഓർമ്മയായിട്ട് മാത്രമല്ല. ക്രിസ്മസിനെ നമ്മൾ അങ്ങനെ ചുരുക്കി കാണരുത്. ക്രിസ്മസിന് അതിലും വലിയ അർത്ഥമുണ്ട്, മാനമുണ്ട്. നമ്മുടെ ദൈവം ലോക ചരിത്രത്തിലേക്ക്, മനുഷ്യ ചരിത്രത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ചരിത്രത്തിലേക്ക് കടന്നു വന്ന ആ ദിവസം കൂടിയാണ് ക്രിസ്മസ്. ദൈവം നമ്മുടെ ചരിത്രത്തിലേക്ക് നടന്നു വന്ന ദിവസമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? എങ്ങനെയാണ് ദൈവം മനുഷ്യ ചരിത്രത്തിലേക്ക് കടന്നു വന്നത്? ദാരിദ്ര്യത്തിലൂടെയാണ്, പ്രതികൂല കാലാവസ്ഥയിലൂടെയാണ്, കൊടും തണുപ്പിലൂടെ, വേദനകളിലൂടെയാണ്, ആശയക്കുഴപ്പങ്ങളിലൂടെയാണ്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള സംഘർഷങ്ങളിലൂടെയാണ് ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതാണ് ജോസഫിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ജോസഫാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഭാഗത്ത് ജോസഫാണ് സെൻറ്ററിലായിരിക്കുന്നത്. എന്നാൽ ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ ആരാണ്? മറിയമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ജോസഫിൻ്റെ യെസ്, ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയത്തിൻ്റെ യെസ്. ഇതാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയാക്കിയത്. ജോസഫിന് എങ്ങനെയാണ് ഒരു യെസ് പറയുവാൻ സാധിച്ചത്? ജോസഫ്, അവൻ വിവാഹ നിശ്ചയം കഴിഞ്ഞതേയുള്ളൂ, വിവാഹിതനായില്ല, ഭാര്യയുമായി സഹവസിച്ചില്ല. അതിനു മുൻപ് തന്നെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ ജോസഫിൻ്റെ ആന്തരിക സംഘർഷം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആശയക്കുഴപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവനിൽ ഉള്ളിലുണ്ടായ ആ ഇമോഷണൽ പെയിൻ, സോഷ്യൽ റിസ്ക്, നാട്ടുകാരറിഞ്ഞാൽ ഇതെങ്ങനെ അവർ കാണും? അവൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയ ഒരനുഭവമായിരുന്നു. തൻ്റെ ഭാര്യയാകാൻ പോകുന്ന മറിയം വിവാഹത്തിന് മുൻപ് തന്നെ ഗർഭിണിയായി. അപ്പോൾ ദൈവം ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ ആശയക്കുഴപ്പത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും വേദനയുടെയും ഇമോഷണൽ പെയിനിൻ്റെ എല്ലാം നടുവിലാണ് ദൈവം ജോസഫിനോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം കടന്നു വരുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ നടുവിലാണ്. നമ്മൾ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ, നിസ്സഹായരായിരിക്കുമ്പോൾ, ആന്തരിക സംഘർഷങ്ങളും വേദനകളുമെല്ലാം നേരിടുമ്പോൾ, അതിൻ്റെ നടുവിലാണ്, നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ അതിൻ്റെ നടുവിലാണ് ദൈവം നമ്മുടെ ചരിത്രത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ജോസഫിനോട് ദൈവത്തിൻ്റെ ദൂതൻ എന്താണ് സംസാരിച്ചത്? ജോസഫ്, നീ ശങ്കിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, മറിയത്തെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കൂ. ജോസഫിൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ ദൈവം അവനെ അവഗണിച്ചില്ല. അവൻ വേദന അനുഭവിക്കട്ടെ എന്നല്ല, അവൻ്റെ അടുക്കിലേക്ക് ദൈവം വരികയാണ്. ജോസഫിൻ്റെ ഭയം അതിനെ ഇല്ലാതാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഭയമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭയം. നമ്മുടെ ഉള്ളിൽ ഭയം കടന്നു വന്നാൽ ആ ഭയം എപ്പോഴും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. എന്തിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നുവോ, എന്തിനെ ഓർത്ത് ഞാൻ ഭയപ്പെടുന്നുവോ, അതായിരിക്കും പിന്നെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. എനിക്കെന്ത് സംഭവിക്കും? എൻ്റെ ഭാവി എന്തായിരിക്കും? മക്കളുടെ ഭാവി എന്തായിരിക്കും? സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, അതൊക്കെ എങ്ങനെ അവസാനിക്കും? ഈ കടബാധ്യതകളൊക്കെ എങ്ങനെ വീട്ടിൽ തരും? ഇങ്ങനെയുള്ള നമ്മളെ ഭയപ്പെടുത്തുന്ന ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ഭയം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ധാരാളമായിട്ട് വേദനിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യും. എന്നാൽ ആ സമയത്താണ് ദൈവത്തിൻ്റെ സ്വരം ജോസഫ് കേട്ടത്, നീ ഭയപ്പെടേണ്ട. ബൈബിളിൽ ഏതാണ്ട് 365 പ്രാവശ്യം വീണ്ടും വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ ഭയത്തിൻ്റെ ശബ്ദത്തെ കൂടുതൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ശബ്ദത്തെ കുറച്ച് വിശ്വസിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനമെടുക്കേണ്ട നിമിഷം ആണ്, ഞാൻ ഏത് ശബ്ദമാണ് കൂടുതൽ കേൾക്കുന്നത്? എന്നെ ഭയപ്പെടുത്തുന്ന ശബ്ദമാണോ ഞാൻ കേൾക്കുന്നത്, അതോ ദൈവം എന്നോട് സംസാരിക്കുന്ന ശബ്ദമാണോ ഞാൻ കൂടുതൽ കേൾക്കുന്നത്? ഇതാണ് നമ്മൾ ഓരോ ദിവസവും നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, ജോസഫ് ഭയത്തിൻ്റെ ശബ്ദത്തെ മാറ്റിവെച്ചിട്ട് ദൈവം അവനോട് സംസാരിച്ചത് അവൻ കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു. മറിയത്തെ അവൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. നമുക്കും ഈ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇത് നല്ലൊരു ഒരു പാഠമാണ്, നമുക്ക് പഠിക്കുവാനുള്ളതാണ്. ഞാൻ ഏത് ശബ്ദത്തെയാണ് കൂടുതൽ കേൾക്കുന്നത്? എന്നെ നിയന്ത്രിക്കുന്നത് ഏത് ശബ്ദമാണ്? ഭയത്തിൻ്റെ ശബ്ദമാണോ, ദൈവത്തിൻ്റെ ശബ്ദമാണോ? ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഭയത്തിൻ്റെ ശബ്ദം കേട്ട് തളർന്നിരിക്കുകയാണെങ്കിൽ തീരുമാനിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്നെക്കുറിച്ചുള്ള ശരി, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമാണ് എനിക്ക് ആവശ്യം, അത് മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ, അനുസരിക്കുകയുള്ളൂ എന്ന തീരുമാനത്തോടു കൂടി നമുക്ക് ഈ ബലി അർപ്പിക്കാം.